Good morning. As we can see what is lien on shares. Lien എന്ന് പറഞ്ഞാൽ നമുക്കറിയാം the right to retain possession of goods until certain claims are satisfied. അപ്പോൾ lien on shares എന്ന് പറഞ്ഞാൽ it is the right of company to retain the shares and even the dividends payable thereon belonging to a shareholder in respect of the outstanding call amount or any other debt except ട്രേഡ് ഡെറ്റ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഡ്യൂ ഫ്രം ദി ഷെയർ ഹോൾഡർ ടു ദി കമ്പനി. അതായത് ഷെയർ ഹോൾഡർ ഇപ്പോൾ കമ്പനിക്ക് കോൾസിൽ എന്താ പറയുക വീഴ്ച വരുത്തുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെറ്റ്സ് ഉണ്ടെങ്കിൽ ആ ഡെറ്റ്സ് കൊടുത്ത് ആ കടം തീർക്കുന്നത് വരെ കമ്പനിക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? ദേ ക്യാൻ റീറ്റെയിൻ ദി ഷെയർസ് ആൻഡ് ഡിവിഡൻസ് എന്നാണ് പറയുന്നത്. ഷെയർ മാത്രമല്ല അതിൻ്റെ മുകളിലുള്ള ഡിവിഡൻറ്റ് വരെ റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അൺടിൽ ഓൾ ക്ലെയിംസ് ആർ പെയ്ഡ്. ഓക്കെ, അപ്പോൾ ദ ആക്ട് ഡസ് നോട്ട് സ്പെസിഫിക്കലി എംപവർ എ കമ്പനി ടു എക്സസൈസ് ഇറ്റ്സ് ലീൻ ഓൺ ഇറ്റ് ഷെയർസ്. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് കമ്പനി കൺഫേം ദ റൈറ്റ് ഓഫ് ലീൻ ഓൺ ദി കമ്പനി. മനസ്സിലായല്ലോ? അതായത് എ കമ്പനി ക്യാൻ എക്സസൈസ് ഇറ്റ്സ് ലീൻ not only on the shares but also on the present and future dividends payable on shares. അപ്പോൾ ഈ റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത് ഇറ്റ് എംപവേഴ്സ് ദ കമ്പനി ടു പ്രിവെൻറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് അൺടിൽ ദ എമൗണ്ട് ഡ്യൂ ടു ഇറ്റ് ഈസ് പെയ്ഡ്. അതായത് കമ്പനിക്ക് എത്ര എമൗണ്ട് കൊടുക്കാനുണ്ടോ അത് കൊടുത്ത് തീർക്കുന്നത് വരെ ഷെയർ ഹോൾഡറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതെന്തായതാണ് ഇതിൻ്റെ റൈറ്റ് ഇതെല്ലാം ആര് എടുത്തു വെച്ചിരിക്കുകയാണ്? കമ്പനീൻ്റെ കയ്യിലാണ്. മനസ്സിലായല്ലോ? സോ ദ ആർട്ടിക്കിൾസ് ജനറലി എംപവർ ദ കമ്പനി ടു എൻഫോഴ്സ് ദ ലീൻ ബൈ സെയിൽ ഓഫ് ഷെയർസ്. Again, before the shares are disposed of or sold, the shareholder concerned must be given a notice of 14 days informing him the amount due from him and declaring the intention of the company to sell his shares in case the debt is not cleared ബിഫോർ എ സ്പെസിഫൈഡ് ഡേറ്റ്. അപ്പം ഈ റീറ്റെയിൻ ചെയ്ത റൈറ്റ് ഉണ്ടല്ലോ, ഷെയർസ് പറഞ്ഞല്ലോ റീറ്റെയിൻ ചെയ്തിരിക്കുകയാണ് കമ്പനി എന്നുള്ളത്. ആ ഷെയർസ് കമ്പനിക്ക് വേണമെങ്കിൽ വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് എടുത്തിട്ട് ഈ ഷെയർ ഹോൾഡർ എത്ര കടം തീർക്കാനുണ്ടോ അതിലേക്ക് വെക്കാം. പക്ഷേ അത് ചെയ്യുന്നതിന് മുന്നേ 14 ഡേയ്സ് നോട്ടീസ് സെൻഡ് ചെയ്തണം എന്നുള്ളത്. അതായത് ഇങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട്, സെയിൽ നടത്താൻ പോകുന്നുണ്ട് എന്ന് പറയുന്ന ഒരു നോട്ടീസ് സെൻഡ് ചെയ്തുകൊണ്ട് ഈ ഷെയർ ഹോൾഡറിനെ അറിയിച്ചിരിക്കണം. The proceeds of the sale shall be received by the company and applied in payment of such part of the amount in respect of which the lien exists as is presently പേയബിൾ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണെന്ന് പറഞ്ഞ് ഇറ്റ് ഷാൾ ബി പെയ്ഡ് ടു ദ പേഴ്സൺ എൻറ്റൈറ്റിൽ ടു ദ ഷെയർസ് അറ്റ് ദ ഡേറ്റ് ഓഫ് സെയിൽ. അതായത് സെയിൽ നടന്നിട്ട് എത്രയാണോ ഇപ്പോൾ കടം, ഇപ്പം സെയിൽ ഈ ഷെയർസ് സെല് ചെയ്തിട്ട് 1,00,000 രൂപ കിട്ടി, ശരിക്കും 80,000 റുപ്പീസേ കടമുള്ളൂ, അതായത് ഈ ഷെയർ ഹോൾഡർ കമ്പനിക്ക് കൊടുക്കാനുള്ളൂ എങ്കിൽ ബാക്കി വരുന്ന 20,000 എന്ത് ചെയ്യും? ഷെയർ ഹോൾഡറിന് തിരിച്ചു കൊടുത്തേക്കുന്നാണ് പറയുന്നത്. ഓക്കെ, ദ കമ്പനീസ് റൈറ്റ് ഓഫ് ലീൻ ഇസ് ലോസ്റ്റ്. എപ്പോഴാണ് ഈ റൈറ്റ് ഓഫ് ലീൻ നഷ്ടപ്പെടുന്നത് എന്നുള്ളത്, അതായത് ഇങ്ങനെ ഷെയർസ് വിത്ത്ഹെൽഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വെൻ ദ ഷെയർ ഹോൾഡർ പ്ലെഡ്ജസ് ഷെയർ to a third party as security for a loan and the company has നോട്ടീസ് ഓഫ് ഇറ്റ്. അതായത് ചില സമയത്ത് ഷെയർ ഹോൾഡർ ഷെയർ വാങ്ങിയ ഉടനെ തന്നെ അതെന്താക്കിയിട്ടുണ്ടാവും, ലോണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള, നമ്മളിപ്പം ഹൗസിംഗ് ലോണൊക്കെ എടുക്കുന്ന സമയത്ത് ആധാരമൊക്കെ വെക്കുന്നത് കണ്ടിട്ടില്ലേ, അതേപോലെ ഷെയർസ് പ്ലെഡ്ജ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവാം. അതുപോലെ ദ കമ്പനി രജിസ്റ്റേഴ്സ് ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് വിച്ച് വാസ് സബ്ജക്റ്റ് ടു ലീൻ ബൈ കമ്പനി. ഈ രണ്ട് സാഹചര്യങ്ങളിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ദ കമ്പനി കനോട്ട് എക്സസൈസ് അല്ലെങ്കിൽ കമ്പനി ലൂസ് ഇറ്റ്സ് റൈറ്റ് ഓഫ് ലീൻ. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ സി വാട്ട് ഈസ് പണിഷ്മെൻറ്റ് ഫോർ പേഴ്സണേഷൻ ഓഫ് ഷെയർ ഹോൾഡർ. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇഫ് എനി പേഴ്സൺ ഡിഫീറ്റ്ഫുള്ളി പേഴ്സണേറ്റ്സ് ആസ് an owner of any security or interest in a company or of any share warrant or coupon issued and thereby obtains or attempts to obtain any such security or interest or any such share warrant or coupon
or receives or attempts to receive any money due to any such owner, he shall be punishable with imprisonment for a term which shall not be less than 1 year, but it may extend to 3 years and with a fine എന്ന് പറയുന്നത് എത്രയാണ് പറയുന്നത് മിനിമം 1 lakh ബട്ട് ഇറ്റ് മേ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 5 lakh rupees. അതായത് ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഫ് എനി പേഴ്സൺ ഡിഫീറ്റ്ഫുള്ളിയാണ്, അതായത് ഒരു ശരിക്കും അവർ ഓണർ ആയിരിക്കില്ല, പക്ഷേ കമ്പനീൻ്റെ ഷെയർസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ്, ഇപ്പോൾ ഷെയർ വാറണ്ട് ആവാം അല്ലെങ്കിൽ കൂപ്പൺ ഇഷ്യൂഡ് ആവാം, ഇങ്ങനെയൊക്കെ എന്താക്കുക ഒരാൾ ഡിസിറ്റ്ഫുള്ളി പേഴ്സണേറ്റ് ചെയ്യുക ചെയ്യുന്നത്, അതായത് അവരുടേതാണെന്നുള്ള അവരുടെ ഒരു ഓണർഷിപ്പ് സ്ഥാപിക്കുക ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ അവരിതാക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഷാൾ ബി പണിഷബിൾ വിത്ത് ആൻ ഇംപ്രിസൺമെൻറ്റ് ആൻഡ് ഫൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് റൈറ്റ് ടു നോമിനേറ്റ്. അതായത് സെക്ഷൻ 72 ഓഫ് കമ്പനീസ് ആക്ട് 2013 പറയുന്നത് എന്താ, എവ്രി ഹോൾഡർ ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി മേ അറ്റ് എനി ടൈം നോമിനേറ്റ് എനി പേഴ്സൺ ടു ഹൂം ഹിസ് സെക്യൂരിറ്റീസ് ഷാൾ വെസ്റ്റ് ഇൻ ദ ഈവൻറ്റ് ഓഫ് ഹിസ് ഡെത്ത്. അതായത് ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡറാണ് ഒരു കമ്പനീൻ്റെ, അയാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഷെയർസൊക്കെ ആർക്ക് പോകുന്നുള്ള, ആർക്ക് കൊടുക്കണം എന്നുള്ള അവർ നോമിനേറ്റ് ചെയ്യാം ആളുകളെ. അപ്പോൾ സച്ച് നോമിനേഷൻ ഷാൾ ബി മെയ്ഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. അത് റൂൾ 19(1) പറയുന്നുണ്ട്. ഇൻ കേസ് ഓഫ് സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ മോർ ദാൻ 1 പേഴ്സൺ അല്ലെങ്കിൽ ജോയിൻ്റ്ലി ഹെൽഡ് ചെയ്ത ഷെയർസ് ആണെങ്കിൽ ദ ജോയിൻറ്റ് ഹോൾഡർ മേ ടുഗെദർ നോമിനേറ്റ് എനി പേഴ്സൺ ടു ഹൂം ഓൾ ദ റൈറ്റ്സ് ഇൻ ദ സെക്യൂരിറ്റീസ് ഷാൾ വെസ്റ്റ് ഇൻ ദ ഈവൻറ്റ് ഓഫ് ഡെത്ത് ഓഫ് ഓൾ ദ ജോയിൻറ്റ് ഹോൾഡേഴ്സ്. ചിലപ്പം ഷെയർസ് തന്നെ ജോയിൻ്റ്ലി ഹെൽഡ് ആയിരിക്കാം, 2-3 പേര് ഒരുമിച്ചിട്ടായിരിക്കാം ഷെയർസ് വാങ്ങിയിരിക്കുന്നതെങ്കിൽ അവർക്ക് തീരുമാനിക്കാം അവർ എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ ആരെ നോമിനേറ്റ് ചെയ്യണം എന്നുള്ളത്. മനസ്സിലായല്ലോ. വെൻ എ നോമിനേഷൻ ഇസ് ക്രിയേറ്റഡ് the nominee shall on the death of the holder of securities become entitled to all the rights in the securities to the exclusion of all other members unless the nomination is varied or cancelled in the prescribed form. അപ്പോൾ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളെ മരണശേഷം ഇന്ന ആളെയാണ് ഷെയർസ് ഇന്ന ആൾക്കുള്ളതാണെന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോമിനിക്ക് എന്ത് ചെയ്യാൻ, നോമിനി എന്താ, ദ നോമിനി ഷാൾ ഓൺ ദ ഡെത്ത് ഓഫ് ദ ഹോൾഡർ ഓഫ് സെക്യൂരിറ്റീസ് ബിക്കം എൻറ്റൈറ്റിൽ ടു ഓൾ ദ റൈറ്റ്സ് ഇൻ ദ സെക്യൂരിറ്റീസ് എന്നാണ് പറയുന്നത്. അതായത് എല്ലാ റൈറ്റ്സും നോമിനിക്കാണ് കിട്ടുന്നത്. നോമിനേഷൻ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മേ ബി ക്യാൻസൽഡ് ഓർ വേരിഡ് ബൈ നോമിനേറ്റിംഗ് എനി അതർ പേഴ്സൺ ഇൻ പ്ലേസ് ഓഫ് ദ പ്രസൻറ്റ് നോമിനി ബൈ ദി ഹോൾഡർ ഓഫ് സെക്യൂരിറ്റീസ് who has made the nomination by giving a notice to the company in the prescribed form. ഇപ്പം ഒരാൾക്ക് 4 മക്കളുണ്ട്, ആദ്യം മൂത്ത മകൻ്റെ പേരിലേക്ക് നോമിനേറ്റ് ചെയ്ത് വിചാരിച്ചോളൂ, അപ്പോൾ തോന്നി ഇനി അവന് വേണ്ട, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ദേ ക്യാൻ ചേഞ്ച് ദ ഫോം. അതായത് എന്ത് ചെയ്യാം എന്നാൽ പറയുന്നത്, ഒന്നുകിൽ നോമിനേഷൻ ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ അതിലെന്തെങ്കിലും വേരിയേഷൻസ് വേണം, ഇപ്പോൾ അവൻ്റെയും ബാക്കിയുള്ള മക്കളുടെ പേരിലേക്കും കൂടെ ആക്കണമെങ്കിൽ അങ്ങനെ വേരിയേഷൻസ് ഒക്കെ വരുത്താനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്, ബൈ ഗിവിങ് എ നോട്ടീസ് ടു ദ കമ്പനി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. ഇനി the cancellation or variation shall take effect from the date on which the notice of such variation or cancellation is received by the company. Next we can see who's a shareholder and members. അപ്പം മെമ്പേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് കമ്പനീൻ്റെ സംബന്ധിച്ചിടത്തോളം രണ്ടും തന്നെയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻറ്റർചേഞ്ചബിളി. അതായത് ബോത്ത് ദീസ് സിനോണിംസ് ഇൻ നേച്ചർ എക്സെപ്റ്റ് ഇൻ സർട്ടൺ കേസസ്. അതായത് രണ്ടും ഒരേ മീനിങ് വരുന്നത്. നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ദേ ആർ കോൾഡ് മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഓർ അൺലിമിറ്റഡ് കമ്പനീസ് വിച്ച് മേ നോട്ട് ഹാവ് ഷെയർ ക്യാപിറ്റൽ ഹാവ് നോ ഷെയർ ഹോൾഡേഴ്സ് ബട്ട് ദേ ഹാവ് മെമ്പേഴ്സ്. മനസ്സിലായല്ലോ. ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനികളാണെങ്കിൽ അവരുടെ കേസിൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവില്ല, അവർക്ക് മെമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആരാ, എ പേഴ്സൺ ഹു ഹാസ് ദ ഷെയർസ് ഇൻ എ കമ്പനി. ഷെയറൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം കമ്പനീസ് ആക്ടിലെ മെമ്പർ ഇൻ റിലേഷൻ ടു എ കമ്പനി മീൻസ് ആരൊക്കെ വരും എന്നാണ് പറയുന്നത്, ദ സബ്സ്ക്രൈബർ ടു ദ മെമ്മോറാണ്ടം ഓഫ് ദ കമ്പനി who shall be deemed to have agreed to become member of the company
and on its registration shall be entered as മെമ്പർ ഇൻ ഇറ്റ്സ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾ, മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്യുന്ന കമ്പനീൻ്റെ ഫോർമേഷൻ്റെ സമയത്ത് മെമ്മോറാണ്ടത്തിൽ ആരൊക്കെ സൈൻ ചെയ്തിട്ടുണ്ടോ അവരെല്ലാം മെമ്പേഴ്സാണ്. പിന്നീട് അവരെ തന്നെയാണ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇനി എവ്രി അതർ പേഴ്സൺ ഹൂ എഗ്രീസ് ഇൻ റൈറ്റിംഗ് ടു ബിക്കം എ മെമ്പർ ഓഫ് ദി കമ്പനി ആൻഡ് ഹൂസ് നെയിം ഇസ് എൻറ്റേർഡ് ഇൻ ദി രജിസ്റ്റർ. അതേമാതിരി ചില ആളുകൾ ദേ അഗ്രി ടു ബി ദ മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി, അവരുടെ പേരും ഏതിലുണ്ടാവും? രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിലുണ്ടാവും. അതേപോലെ എവ്രി പേഴ്സൺ holding shares of the company and whose name is entered as beneficial member in the records of a depository. അപ്പോൾ ഈ 3 കൂട്ടരെയാണ് ഒരു കമ്പനിയിലെ മെമ്പേഴ്സ് എന്ന് പറയാം. മനസ്സിലായോ? ഇനി ദ ഫോളോയിങ് ആർ ദ മോഡ്സ് ഓഫ് അക്വിസിഷൻ ഓഫ് മെമ്പർഷിപ്പ് ഇൻ എ കമ്പനി. എങ്ങനെയാണ് കമ്പനിയിൽ മെമ്പർഷിപ്പ് കിട്ടുക എന്നുള്ളതാണ് നോക്കാൻ പോണത്. ഒന്ന് ഒരു ഇതെന്ന് പറയുന്നത് ബൈ സബ്സ്ക്രൈബിങ് ടു ദ മെമ്മോറാണ്ടം. നേരത്തെ പറഞ്ഞല്ലോ, അതായത് സബ്സ്ക്രൈബേഴ്സ് ടു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് അവർക്ക് ദേ ആർ അഗ്രീഡ് ടു ബിക്കം ദ മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി ത്രൂ ദ പ്രോസസ് ഓഫ് സബ്സ്ക്രൈബിങ് പ്രൊസീജിയർ. അതായത് മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് അവർ മെമ്പേഴ്സ് ആവാന്നുള്ള അഗ്രിമെൻറ്റിലാണല്ലോ സൈൻ ചെയ്യുന്നത്. ഒരു മോഡ് ഓഫ് മെമ്പർഷിപ്പ് അതാണ് ബൈ സബ്സ്ക്രൈബിങ് ടു മെമ്മോറാണ്ടം. സെക്കൻഡ് വൺ ഇസ് ബൈ അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആർക്കൊക്കെയാണോ ഷെയർസ് അലോട്ട് ചെയ്തിരിക്കുന്നത്, വെൻ ഷെയർസ് ആർ അലോട്ടഡ് ടു എ പേഴ്സൺ ഹിസ് നെയിം ഇസ് ഓൾസോ എൻറ്റേർഡ് ഇൻ ദി രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ദെയർ ബൈ ഹി ബിക്കം എ മെമ്പർ ഓഫ് ദി കമ്പനി. അതാണ് സെക്കൻഡ് മോഡ് ഓഫ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്, അലോട്ട്മെൻറ്റ്, ബൈ അലോട്ട്മെൻറ്റ്. തേർഡ് വൺ ബൈ ട്രാൻസ്ഫർ, അതായത് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് പബ്ലിക് കമ്പനി ആസ് ദ ഷെയർസ് ആർ ട്രാൻസ്ഫറബിൾ ആൻഡ് വെൻ ഷെയർസ് ആർ ട്രാൻസ്ഫേർഡ് ദ കമ്പനി രജിസ്റ്റർ ദ ട്രാൻസ്ഫർ. രജിസ്ട്രേഷനൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ആൻഡ് ദ ട്രാൻസ്ഫറി ബിക്കം ദ മെമ്പർ ഓഫ് ദി കമ്പനി. ഇങ്ങനെ ഷെയർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫറി, ആർക്കാണോ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അയാൾ കമ്പനിയിലെ മെമ്പറാവും. ആൻഡ് ലാസ്റ്റ് വൺ ബൈ ട്രാൻസ്മിഷൻ. ട്രാൻസ്ഫറും ട്രാൻസ്മിഷനും നമ്മൾ നോക്കി. ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് തന്നെയാണ്, പക്ഷേ ഇൻ ദി ഇവൻ്റ് ഓഫ് ഡെത്ത് ഓഫ് ദി ട്രാൻസ്ഫറർ. അപ്പോൾ ഇതേപോലെ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ ഷെയർസൊക്കെ ട്രാൻസ്ഫർ ചെയ്താലും ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഹി ബിക്കം ദി മെമ്പർ ഓഫ് ദി കമ്പനി. ഓക്കെ, ഇനി ഹൂ മേ ബി എ മെമ്പർ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആർക്കൊക്കെ ആവാം കമ്പനിയിലെ മെമ്പേഴ്സ് എന്നുള്ളതാണ്. ഒന്ന് പറയുന്നത് മൈനർ. ആർക്കൊക്കെ ഹൂ മേ ബി മെമ്പർ എന്ന് ചോദിച്ചാൽ എവ്രി പേഴ്സൺ ഹൂ ഈസ് കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട് മേ ബിക്കം എ മെമ്പർ ഇൻ എ കമ്പനി എന്നാണ് പറയുന്നത്. അപ്പം നോക്കാം മൈനറിൻ്റെ അവസ്ഥ നോക്കാം. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എ മൈനർ ആൻഡ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ഇസ് ഇൻകോമ്പിറ്റൻറ്റ് കോൺട്രാക്ട്. നമ്മൾ ബിസിനസ് റെഗുലേഷൻസിൽ പഠിച്ചിട്ടുണ്ട്. ദ പേഴ്സൺസ് ഹു ആർ ഇൻകേപ്പബിൾ ഓഫ് എൻട്രിങ് ഇൻ ടു കോൺട്രാക്ട് എന്ന് പറയുന്നത് ഈ 3 കൂട്ടരായിരുന്നു. ആരൊക്കെയാണ്? മൈനേഴ്സ്, അൺസൗണ്ട് പേഴ്സൺസ് ആൻഡ് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ഇൻ ഫോഴ്സ് ഇൻ കൺട്രി. അപ്പം ഈ പറഞ്ഞ കൂട്ടർക്ക് മൈനറൊക്കെ ദേ കനോട്ട് ബി മെമ്പേഴ്സ് ഓഫ് എ കമ്പനി. പക്ഷേ മെമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൈനറിന് കുറേ പ്രിവിലേജസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് എ മൈനർ ക്യാൻ അപ്ലൈ ഫോർ ദ ഷെയർസ് ആൻഡ് ദ കമ്പനീസ് ക്യാൻ അലോട്ട് ഷെയർസ് ടു എ മൈനർ. ദെയർബൈ ഹിസ് നെയിം മേ ബി എൻറ്റേർഡ് ഇൻ ദ കമ്പനീസ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ മൈനർക്ക് ഷെയറൊക്കെ കൊടുക്കാം കമ്പനീന്, പക്ഷേ അവർക്ക് മെമ്പർഷിപ്പ് എപ്പോഴേ കിട്ടുന്നുള്ളൂ എന്നാണ് പറയുന്നത്, ഓൺ അറ്റൈനിങ് majority. On attaining majority, he has the option to repudiate his shares within a reasonable time. If he fails to do so, it is considered that he has accepted the position and his liability as a shareholder commences with it. Okay, അപ്പോൾ മൈനറിൻ്റെ കേസ് അങ്ങനെയാണ്. ദെൻ കമ്പനിക്ക് മെമ്പർ ആവാൻ പറ്റുമോ എന്നുള്ളതാണ്. എ കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ആണ്. ഹി മേ ബിക്കം ദ മെമ്പേഴ്സ് ഓഫ് അനദർ കമ്പനി ഇഫ് ഇറ്റ് ഈസ് ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇനി ഫോറിനേഴ്സിന് മെമ്പേഴ്സ് ആവാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരു ഇന്ത്യൻ കമ്പനിയിൽ ഒരു ഫോറിനർക്ക് മെമ്പർ ആവാൻ പറ്റുമോ? Foreigners are in a position to become members of a company registered in India, but
If the country of a foreigner become an enemy country, his right as a member of company shall be സസ്പെൻഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ബിസിനസ് റെഗുലേഷനിലും ഇത് തന്നെ പഠിച്ചിട്ടുണ്ട്. എനിമീസ് ആവുന്നത് വരെ എന്താവാം, മെമ്പേഴ്സായിട്ട് ഫോറിനേഴ്സിന് കണ്ടിന്യൂ ചെയ്യാം. Then partnership firm. Partnership firm cannot purchase shares in its own name as it has no legal entity. Partnership ഫേമിന് ഒരു കമ്പനിയിലെ മെമ്പർ ആവാൻ പറ്റില്ല, ബട്ട് ഇറ്റ് ക്യാൻ പർച്ചേസ് ഷെയർസ് ഇൻ ദ നെയിം ഓഫ് ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സ് ആസ് എ പാർട്ട് ഓഫ് അസറ്റ്സ് ഓഫ് ദി ഫേം. ദെൻ ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയൻസ് മെമ്പേഴ്സ് ആവുമോ എന്നുള്ളതാണ്. ദ ട്രേഡ് യൂണിയൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ രജിസ്റ്റേർഡ്, വിച്ച് ആർ രജിസ്റ്റേർഡ് ക്യാൻ ഹെൽഡ് ഷെയർസ് ഇൻ എ കമ്പനി ഇൻ ഇറ്റ്സ് ഓൺ നെയിം. ഇപ്പോൾ എക്സാമ്പിൾസ് ആണ് ഈ ട്രേഡ് യൂണിയന് ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ. പിന്നെ ഓരോ ബാങ്കിന് ഇതേമാതിരി ഉണ്ടാവും, ഓരോ യൂണിയൻസ് ഒക്കെ ഉണ്ടാവും, പല പല യൂണിയൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, അവരിപ്പോൾ രജിസ്റ്റേർഡ് യൂണിയൻസ് ആണെങ്കിൽ ദേ ക്യാൻ ഹെൽഡ് ഷെയർസ് ഇൻ എ കമ്പനി ഇൻ ഇറ്റ്സ് ഓൺ നെയിം എന്നാണ് പറയുന്നത്. ഇനി എപ്പോഴാണ് ഈ മെമ്പർഷിപ്പ് ടെർമിനേറ്റ് ചെയ്യുക നമ്മൾ നോക്കാൻ പോകുന്നത്. A person ceases to be a member of a company by transfer, forfeiture, surrender of shares, by death, on winding up of the company, and otherwise in accordance with the provisions of companies articles of association. അപ്പോൾ ഈ ഏതെങ്കിലും സാഹചര്യത്തിലാണ് കമ്പനിയിലെ മെമ്പർഷിപ്പ് ടെർമിനേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? താങ്ക് യു.